ഗായ്സ് ഇന്ന് ഞാൻ ബെർമിഹാമിലുള്ള എൻ്റെ ചേട്ടച്ചാറെ വീട്ടിലോട്ട് പോവാണ്. അവർ പുതിയ വീട് വാങ്ങിച്ചിരിക്കുന്നു ഗായ്സ്. അങ്ങനെ അവരുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത്. പോർഷേരിയ ഇന്ന് അവരുടെ കീർത്താമസം കേട്ടോ. അപ്പം ഞാൻ അതിരാവിലെ തന്നെ അവരിരുന്നേക്ക് മുമ്പ് ചെല്ലുകയാണ് അവരൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി. ബട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാം, ചേച്ചി എന്നെ കഥ തുറന്ന് വെൽക്കം ചെയ്യണം അവരുടെ പുതിയ വീട്ടിലോട്ട്. അങ്ങനെ അവരുടെ മനോഹരമായ അവരുടെ ഡ്രീം ഭവനത്തിലോട്ട് ഞാൻ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗായ്സ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഹാള് കാണാം. ഒരു അടിപൊളി ഒരു നൈസ് ലുക്കിംഗ് ഹാളാണ് ഗായ്സ് അവിടെ വരുന്നത്. ദെൻ ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. കിച്ചൺ ഒന്നും പെട്ടെന്ന് കാണിക്കുന്നില്ല, വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കണം. അതുകൊണ്ട് ഓടിപ്പോവാണ്. എനിക്ക് ബാക്ക് കാർഡ് കാണണം ഗൈസ്. എനിക്കതാണ് മെയിൻ. ബാക്ക് കാർഡ് ഉണ്ടോ ഗൈസ്? പിള്ളേർക്ക് തകർത്ത് മറിഞ്ഞ് ചാടി മറിയാനുള്ള ബാക്ക് കാർഡ്. അമ്മമാർക്ക് ഇനി എവിടെ പോകണ്ട കളിക്കാൻ, ഇവിടെ തന്നെ. ഇതാണ് ഗൈസ് കിച്ചൺ വരുന്നത്. 4 ബർണറുള്ള സ്റ്റൗ ആണ് ഗ്യാസ് കിച്ചണിൽ വരുന്നത്. വിത്ത് ഫ്രിഡ്ജ്, എല്ലാ സാധനവും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇത് ഒരു ചെറിയൊരു സ്റ്റോർ റൂമാണ്. അവിടെ ചെറുതല്ല, അത്യാവശ്യം വലിയ സ്റ്റോർ റൂമാണ്. ദെൻ ഗായ്സ് അടച്ചിട്ട കണ്ടാണ് ഗായ്സ് ആ ബാത്റൂം. അതിനകത്ത് നമ്മുടെ ചെറുക്കാപ്പ് കയറി കുളിക്കുന്നുണ്ട്. എനിക്കത് എടുക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങളെ വേറൊരു വീഡിയോ അത് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു 3 ബെഡ്റൂം വരുന്ന മനോഹരമായ വീടുള്ള ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് കിടക്കാം. മാസ്റ്റർ ബെഡ്റൂം. ഞാൻ ക്യാമറയായിട്ട് വരുന്നുണ്ട്. ചേച്ചി ഓടി ആ റൂമിനകത്ത് കയറി കഥ അടച്ചിരിക്കുകയാണ്. അത് അവരുടെ ഡ്രസ് ചേഞ്ചിങ് റൂമാണ്. അപ്പോൾ ചേച്ചിക്ക് നാണം കൊണ്ടാണ് ചേച്ചി അങ്ങോട്ട് കയറിപ്പോയി തോന്നി. ചേച്ചി റെഡി ആയിട്ടില്ല, അതുകൊണ്ടായിരിക്കണം. ഇതാണ് സെക്കൻഡ് റൂം വരുന്നത് ഗൈസ്. ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നട ഒരു രക്ഷയില്ല. നമ്മുടെ ചെറുക്കാപ്പിക്ക് റൂം കൊടുക്കാം, പക്ഷേ ഇത് ഗസ്റ്റിന് കൊടുക്കാനാണെന്നാണ് ചേച്ചി പറഞ്ഞത്. വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടി ബെഡൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പുതിയ വീടല്ലേ. അടുത്ത നമ്മുടെ ചെറുക്കന്മാരുടെ റൂമിലോട്ട് കിടക്കാം. അവന്മാർ റൂം നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അവന്മാർക്ക് നമുക്ക് സ്പൈഡർമാനെ സൂപ്പർമാനെ കൊട്ടിച്ചു കൊടുക്കണം. അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും പിന്നെ കാണാം. ബൈ.